പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സമാധാന ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കാനിരിക്കെ പുതിയൊരു വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. US നേവിയുടെ നിരീക്ഷണ ഡ്രോണായ MQ-4C ട്രിറ്റൺ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ച് കാണാതായി എന്നാണ് ആരോപണം. ഇറാൻ ഇതിൽ പങ്കുണ്ടോ എന്നും ഹോർമുസിന് മുകളിലെത്തിയ ഡ്രോണിനെ ഇറാൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ്. അമേരിക്കയുടെ കൈവശമുള്ള വില കൂടിയ ഡ്രോണുകളിൽ ഒന്നാണ് ഇത്. ഫ്ലൈറ്റ് എമർജൻസി അലർട്ട് ഉപയോഗിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഡ്രോൺ അപ്രത്യക്ഷമായത് എന്നും അമേരിക്ക പറയുന്നു. പേർഷ്യൻ ഗൾഫിലും ഹോർമുസ് കടലിടുക്കിലും 3 മണിക്കൂറോളം നീണ്ട നിരീക്ഷണ പറക്കൽ പൂർത്തിയായതിന് പിന്നാലെയാണ് ഡ്രോൺ കാണാതായത്. നിരീക്ഷണ പറക്കലിന് ശേഷം ഇറ്റലിയിലെ സിഗോണല്ല വ്യോമതാവളത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു വിമാനം. ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റഡാറിലെ വിവരമനുസരിച്ച് അടിയന്തര സന്ദേശം പുറപ്പെടുവിപ്പിക്കുമ്പോൾ ഇറാനിലേക്ക് പറക്കുന്നതിനായി തിരിഞ്ഞു താഴ്ന്നു തുടങ്ങുന്ന നിലയിലായിരുന്നു ഡ്രോൺ. ആളില്ലാ വിമാനം പൊടുന്നനെ മർദ്ദം നഷ്ടമായി അപ്രത്യക്ഷമാകുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇറാൻ വെടിവെച്ചിട്ടതാണോ അതോ സ്വയം തകർന്നു വീണതാണോ എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല. വെടിനിർത്തലിന് ഇറാനും US-ഉം ധാരണയിലെത്തി 2ാം ദിവസമാണ് അമേരിക്കയ്ക്ക് ഹോർമുസിന് മുകളിൽ വെച്ച് ഡ്രോൺ നഷ്ടമാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ $200 മില്യൺ വില വരുന്ന MQ-4C ട്രിറ്റനെ പശ്ചിമേഷ്യയിൽ US സെൻട്രൽ കമാൻഡ് എത്തിച്ചിരുന്നു. തന്ത്രപ്രധാന മേഖലകളിൽ മണിക്കൂറുകൾ നീളുന്ന നിരീക്ഷണം നടത്താൻ ട്രിറ്റന് സാധിക്കുമെന്നതാണ് പരമ്പരാഗത നിരീക്ഷണ ഡ്രോണുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കടലിന് മുകളിലുള്ള കൃത്യമായ നിരീക്ഷണത്തിനും പോസിഡയൻ പെട്രോൾ വിമാനങ്ങൾക്കുമാണ് ട്രിറ്റന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നത്. 7400 നോട്ടിക്കൽ മൈൽ റേഞ്ചിൽ 24 മണിക്കൂറിലേറെ നേരെ 50,000 അടി ഉയരത്തിൽ നിരീക്ഷണം നടത്താൻ ട്രിറ്റൺ പര്യാപ്തമാണ്. 2025 കണക്കനുസരിച്ച് 20 MQ-4C ട്രിറ്റൺ ഡ്രോണുകളാണ് US സൈന്യത്തിന്റെ പക്കലുള്ളത്. 7 എണ്ണം കൂടി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു US. അതിനിടെ ഇറാനുമായുള്ള നിർണായക ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കാനിരിക്കെ നിലപാട് കടുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത്. അന്താരാഷ്ട്ര കപ്പൽപാതകൾ തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ ഇറാന്റെ കൈവശം മറ്റ് തന്ത്രങ്ങളൊന്നുമില്ലെന്ന് ട്രംപ് പരിഹസിച്ചു. ഇറാൻ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ സമവായ ചർച്ചകൾക്ക് തയ്യാറായതുകൊണ്ടാണെന്നും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കൻ പടക്കപ്പലുകൾ സജ്ജമാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. കരുത്തുറ്റതും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതുമായ ആയുധങ്ങളാണ് പടക്കപ്പലുകളിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. ആണവായുധ പദ്ധതികൾ ഉപേക്ഷിക്കുകയാണെന്ന് ഇറാൻ സമ്മതിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ മുൻകൂർ നിബന്ധനകളൊന്നും അംഗീകരിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവായുധങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് ഇറാൻ തങ്ങളോട് പറഞ്ഞെങ്കിലും പിന്നീട് യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് മാറ്റിപ്പറഞ്ഞതായി ട്രംപ് കുറ്റപ്പെടുത്തി. ആണവോർജ്ജ ഉൽപാദനത്തിനായി യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ളതാണെന്നും ബോംബ് നിർമ്മാണമല്ല ലക്ഷ്യമെന്നുമാണ് ഇറാന്റെ നിലപാട്. കൂടാതെ ഇറാനിലെ പഴയ ഭരണ നേതൃത്വത്തെക്കാൾ തീവ്രമായ നിലപാടുള്ള പുതിയ ഭരണകൂടമാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും പറഞ്ഞു. ഇസ്രയേൽ പാർലമെന്റായ സെനറ്റിന് നൽകിയ റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ. പഴയതിനേക്കാൾ കടുത്ത ശത്രുവിനെയാണ് തങ്ങളിപ്പോൾ നേരിടുന്നത് എന്ന ഇസ്രയേലിന്റെ വിലയിരുത്തൽ മധ്യേഷ്യയിൽ വീണ്ടും രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കാം. സമാധാന ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ അത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർത്തേക്കാവുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കാൻ ഇസ്രയേൽ ഇനിയും ആക്രമണങ്ങൾ തുടർന്നേക്കുമെന്നാണ് സൂചനകൾ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയിയാണ് ഇപ്പോൾ രാജ്യത്തെ നയിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നേതാക്കളാണ് പുതിയ ഭരണകൂടത്തിന്റെ കരുത്ത്. മുൻ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ പ്രത്യയശാസ്ത്രപരമായി കടുത്ത നിലപാടുള്ളവരാണ് ഇവരെന്ന് ഇസ്രയേൽ വിലയിരുത്തുന്നു. തങ്ങൾ കൂടുതൽ ശക്തരായി തിരിച്ചുവന്നുവെന്നും രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് മുജ്തബ ഖമനേയി തന്റെ ആദ്യ സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.